അന്നൊരു 100 പറഞ്ഞല്ലോ. ഓർമ്മിക്കല്ലേ ചേച്ചി? ഞാൻ ചേച്ചിയെ നല്ലോണം അറിയാവുന്ന ആളാണ്. ചേച്ചിയുടെ ഹസ്ബൻഡ് പണ്ട് ഗൾഫിലായിരുന്നു. ഇപ്പോൾ ഗുജറാത്ത് ടയർ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അത് പറയാൻ എന്താ നടക്കട്? എൻ്റെ ഹസ്ബൻഡ് ടയർ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നുള്ളത് നിൻ്റെ അടുത്ത് ആര് പറഞ്ഞു? പുന്നാര മോനെ, നീ ഫസ്റ്റ് നെഗറ്റീവ് കൊണ്ട് വന്നു, ഞാനത് വിട്ടു. സ്നേഹത്തോടെ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞു. അത് നിൻ്റെ തലയിൽ കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റമല്ല. എൻ്റെ കെട്ടിയവൻ ടയർ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് നിൻ്റെ അടുത്ത് ആര് പറഞ്ഞു? പണ്ട് ഗൾഫിലായിരുന്നു. എൻ്റെ കെട്ടിയവൻ പണ്ട് ഗൾഫിൽ എവിടെയായിരുന്നു? ഞാനിപ്പോൾ പറഞ്ഞു വെച്ച് നോക്കിയിട്ട് നീ അങ്ങനെ ഇപ്പോൾ കടന്നിട്ട് ചേരുമ്പടി അങ്ങനെ ചേർത്തണ്ട. ചോദിക്കണതിൽ കൃത്യമായിട്ടുള്ള മറുപടി എനിക്ക് തരണം. നീ ചോദിക്കാനുള്ള മറുപടി ഞാൻ കറക്റ്റായിട്ട് തരുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്ന മറുപടി നീ തരണം. ഞാൻ ഈ ഗൾഫിലെ കാര്യമൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞതാണല്ലോ. അത് വെച്ചിട്ട് നീ കടന്നിട്ട് ഇവിടെ കടന്നിട്ട് നീ ചലക്കാൻ നിൽക്കണ്ട. എൻ്റെ കെട്ടിയവൻ ഗൾഫിൽ എവിടെയായിരുന്നു? ഏത് കമ്പനിയിലാണ് ആയിരുന്നു വർക്ക് ചെയ്തത്? ഇപ്പോൾ ഗുജറാത്ത് എവിടെയാണ് വർക്ക് ചെയ്യണത്? ആളുടെ കമ്പനിയുടെ പേരെന്താണ്? പറയടാ. എനിക്ക് നാണക്കടാ. എൻ്റെ കെട്ടിയവൻ എന്താണ് ജോലി എന്നേ ഞാൻ പറയുള്ളൂ. പൊക്കിയും പറയണില്ല, താഴ്ത്തിയും പറയണില്ല. എനിക്ക് പൊക്കിയും പറയണ്ട, താഴ്ത്തിയും പറയണ്ട. എൻ്റെ കെട്ടിയവൻ്റെ ജോലി ഞാൻ താഴ്ത്തി പറയുന്നത്, എനിക്ക് താഴ്ത്തി പറയുന്നത് എനിക്കിഷ്ടമല്ല. പൊക്കിയും പറയേണ്ട കാര്യം എനിക്കില്ല. ഓക്കെ, കിടക്കട്ടെ. ഒരു ലൈക്ക്. താങ്ക് യു. മുഹമ്മദ് മീൻസ് സ്നേഹം. ഓ ഓക്കെ. സോറി, അത് മൈൻഡ് ആക്കേണ്ട ചേച്ചി. പോവാൻ പറ. അങ്ങനെ നമ്മൾ വിടാൻ പറ്റില്ലല്ലോ. ഓക്കെ, നമ്മൾ നാട്ടുകാർക്ക് ഗൾഫിലാ. നീ കിടന്ന് ഉരുണ്ട് കളിക്കല്ലേ മോനെ? നീ പറ. നീ കിടന്ന് ഉരുണ്ട് കളിക്കാൻ. നീ പൊട്ടനൊന്നുമല്ലല്ലോ. നീ മറ്റുള്ള പെണ്ണുങ്ങൾ കടന്നിട്ട് നീ ചിലക്കാൻ നിൽക്കണ പോലെ നീ എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട. നീ എന്താ മുമ്പ് ഗൾഫിലായിരുന്നല്ലേ പറഞ്ഞു? എന്താന്ന് എനിക്കറിയില്ലേ? എവിടെയായിരുന്നു? എൻ്റെ കെട്ടിയവൻ അറിയാമോ എനിക്ക്? എവിടെ വർക്ക് ചെയ്ത് പറയടാ. ചോദ്യത്തിന് മറുപടി പറ. നീ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ കറക്റ്റായിട്ട് ഞാൻ മറുപടി പറയേണ്ടത്. ആ ഒരു തിരിച്ച് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഇല്ലേ? നിൻ്റെ അമ്മ 3 നേരം ചോറല്ലേ തരുന്നു? എനിക്ക് പിണ്ണാക്കല്ല.